കാര്യങ്ങളിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇതൊരു മോട്ടിവേഷനും കൂടിയാവുന്ന സിനിമയായിരിക്കും. സബ്ജക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പൊന്നുമായിട്ട് ബന്ധപ്പെട്ട സിനിമയാണ്. പൊന്നുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന കോലാഹലങ്ങളാണ് നമ്മൾ സിനിമയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരും സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് ചിന്തിക്കും, സ്ത്രീധനത്തെ പറ്റി, കൊടുക്കുന്നതിനെക്കുറിച്ചും വാങ്ങുന്നതിനെക്കുറിച്ചും എല്ലാവരും ഒന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചാൽ തന്നെ അത് ഞങ്ങളുടെ സിനിമയുടെ വിജയമാണ്. തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് ആളുകളെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുകയെങ്കിലും ചെയ്യും. ആ ഒരു വിശ്വാസം. സന്തോഷം. പടം അതാ പറഞ്ഞത്, നമ്മൾ കോമഡി വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ പെട്ടെന്ന് പടത്തിന് വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ച കോമഡി പരിപാടി തന്നെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സീൻ ചെയ്യാൻ പറ്റിയ സന്തോഷമുണ്ട്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഡയറക്ടർ സാറിൻ്റെ ആണെങ്കിലും ബേസിലേട്ടൻ, സജിനേട്ടൻ എല്ലാവരും പക്ക നമ്മളെ ഫ്രീ ആക്കി നിർത്തി. അതുകൊണ്ട് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ. നല്ലതായിരുന്നു, നല്ല മൂവിയായിരുന്നു, എനിക്കിഷ്ടമായി. ബേസിലിന്റെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു, നന്നായിട്ട് ബേസിൽ ചെയ്തിരുന്നു. സീരിയസ് ക്യാരക്ടർ ആയപ്പോൾ എനിക്ക് അമ്പാൻ എന്ന് പറയുന്ന ക്യാരക്ടർ കണ്ടപ്പോൾ കോമഡി ആയിട്ടാണ് തോന്നിയത്. പക്ഷെ ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് പേടിയായി. ഒരു നല്ല സിനിമ, നല്ലൊരു ഫാമിലി സിനിമ. നന്നായിട്ടുണ്ട് രസമായിരുന്നു. ബേസിൽ അടിപൊളിയാണ്. നല്ല മൂവി ബെസ്റ്റ് മൂവി. സൂപ്പർ പടം, വളരെ അടിപൊളിയായിരുന്നു. അടിപൊളി പടം, ബേസിൽ തകർത്തു, സൂപ്പർ ഹിറ്റ്. നന്നായിരുന്നു. ഇത് ഞാനത് റോബർട്ട് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തത്. എൻ്റെ പേര് ആനന്ദ് നെച്ചൂരാൻ എന്നാണ്. ഈ സിനിമ നമ്മൾ വിചാരിച്ചേക്കാൾ ഒത്തിരി നമുക്ക് നന്നായിട്ടത് വന്നിട്ടുണ്ട്. JR ഇന്ദുഭവനും 4-5 ചെറുപ്പക്കാർ നോവൽ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് സിനിമയാക്കിയപ്പോൾ അത് ആ നോവലിന് നമ്മൾ ഇമാജിൻ ചെയ്തതിനേക്കാൾ വളരെ നന്നായിട്ട് ഇത് സിനിമ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സൂപ്പറാണ്, എല്ലാം അടിപൊളി. എന്തായാലും ഹിറ്റായിരിക്കും. ഫാമിലി മൂവി, നല്ല പടമാണ്, ഫീൽ ഗുഡ് മൂവിയാണ്. ഇന്ന് വളരെ പ്രസക്തമായിട്ടുള്ളൊരു വിഷയമാണ് അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ബേസിലിൻ്റെ അഭിനയമൊക്കെ കൊള്ളാം. സജിൻ ഗോപും മത്സരിച്ച് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. കൊള്ളാം, നല്ലൊരു പടവും. ജ്യോതിഷേട്ടനോടും മജിദ് വിനായകയോടും ടീമിനോടും ഒക്കെ നന്ദിയുണ്ട്. കുറേ നാളത്തെ ഞങ്ങൾ കുറേ പേരുടെ സ്വപ്നമാണ്. ഞങ്ങൾ കുറേ പുതുമുഖങ്ങൾ വന്നവരാരും വെറുതെ വന്നിട്ടില്ല. എല്ലാവരും അതാണ് സ്ക്രീൻ സ്പേസ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആസ് എ ഡയറക്ടർ ഓരോ ക്രൂ മെമ്പേഴ്സിനെയും കൂടി ഭയങ്കരമായിട്ട് ചേർന്ന് ഞങ്ങളുടെ കാർപ്പൻറ്റേഴ്സ്, ഡ്രൈവേഴ്സ് എല്ലാവരെയും ഞങ്ങളുടെ ടീമിലുള്ള ഒരാളെ പോലും മാറ്റി നിർത്താതെ എല്ലാവർക്കും പ്രൊമോഷൻ തന്ന് എല്ലാവർക്കും ഒരു സ്പേസ് തന്നു. മൂവി ഒരു രക്ഷയില്ല. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ അല്ല, പേരിന് ഭയങ്കരമായിട്ട് കണക്ഷൻ ഉണ്ട് ഈ സിനിമയായിട്ട്. അടിപൊളി മൂവിയാണ്. ബേസിലിൻ്റെ അഴിഞ്ഞാട്ടം തന്നെ പറയാൻ ശരിക്കും പറഞ്ഞാൽ. അതുപോലെ സജിൻ ഗോപു ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എല്ലാവരും ഭയങ്കര പവർഫുൾ ക്യാരക്ടറാണ്. എല്ലാവരും നന്നായിട്ടുണ്ട്. ദീപക് പരമോലൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്നിനൊന്ന് വെച്ചാണ്. അതുപോലെ ലിജോ മോളുടെ ക്യാരക്ടറും ഭയങ്കര അടിപൊളി. എന്ന് വെച്ചാൽ ശരിക്കും ഫസ്റ്റ് നമ്മൾ വിചാരിക്കും കുറച്ച് കോമഡി ആയിരിക്കും ബേസിലിൻ്റെ ക്യാരക്ടറിനായിരിക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര പവർഫുൾ ക്യാരക്ടറാണ്. ഭയങ്കര ഡെപ്തുള്ള ക്യാരക്ടർ. നല്ല മൂവിയാണ്. അടിപൊളി, രസമുണ്ട്, നല്ല രസമുണ്ട് പടം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് സൗണ്ട് മിക്സിംഗ് ആണ്. പിന്നെ CG കൊള്ളാം. അതിൻ്റെ ആ ചെമ്മീൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതും ആനിമേഷൻസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പടം നല്ല ഫാമിലി മൂവിയാണ്. സൗണ്ട് മിക്സിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സൗണ്ട്, നല്ല പടമായിരുന്നു. ഇഷ്ടപ്പെട്ടു. എൻഗേജിങ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ കഥയിലേക്ക് എൻ്റർ ചെയ്ത് നല്ല സീരിയസ് മൂഡിൽ തന്നെ പോകുന്നുണ്ട്. എവിടെ അങ്ങനെ ഡിലേ ലാഗ് അങ്ങനെ ഫീലൊന്നുമില്ല. ഒരു വ്യത്യസ്തതരം അങ്ങനെ അപ്രോച്ച് ഉണ്ടായിരുന്നു. പോലെയല്ല ചില സിനിമകൾ നമ്മൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്കുള്ളിൽ ഉണ്ടാവുമല്ലോ. നമ്മൾ വീണ്ടും ആലോചിക്കല്ലേ, വീട്ടിൽ ചെന്നിട്ടും ചില സീനുകൾ, ചില ഇമോഷൻസ്, ചില മുഹൂർത്തങ്ങൾ അങ്ങനെ നമുക്ക് ആലോചിക്കാനും നമുക്ക് വീണ്ടും ഇങ്ങനൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെ ഇടതരുന്നൊരു സിനിമയാണ് പൊന്മാൻ. എല്ലാവരും പോയി കാണണം. ഇന്നത്തെ സൊസൈറ്റിയിൽ വളരെ റെലവെൻ്റ് ആയ ഒരു ടോപ്പിക്ക് കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് വാച്ച്. ഭയങ്കര സന്തോഷമുണ്ട്. ഈ പറയുന്ന പോലെ ഇങ്ങനൊരു കഥ വായിച്ചപ്പം മുതൽ തന്നെ ഇങ്ങനൊരു ക്യാരക്ടർ നമ്മൾ സ്വപ്നത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആ സ്വപ്നം ഇന്ന് ഇതിൽ സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നന്നായി ചെയ്യാൻ പറ്റിയെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അതിലും ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരുടെയും കരിയറിലെ ഒരു ഡിഫറൻറ്റ് ക്യാരക്ടറാണ് ഇതൊരു ചെയ്യാത്ത ക്യാരക്ടറാണ് എല്ലാവരും ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സന്തോഷമുണ്ട്. പിന്നെ പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് ഭയങ്കര സന്തോഷമുണ്ട്. സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, അതുപോലെ സിനിമ ചെയ്തു. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിയുന്ന സന്തോഷം. എല്ലാവരും സിനിമ കാണുക. അല്ല,
അല്ല നമുക്ക് ഇതിനകത്ത് അജേഷ് പി അജേഷിനെ ബേസിലിനെ പോലല്ലാതെ വേറെ ആരും ഇവിടെ ചെയ്യാനുള്ളത്. പിന്നെ അമ്പാൻ സജിഗോവു നല്ല കാസ്റ്റിംഗ് അല്ലേ, സ്റ്റെഫിയായിട്ട് ലിജോ മോള്, അപ്പോൾ എല്ലാവരും നല്ലതായിട്ട് ചെയ്തിട്ടില്ലേ. പിന്നെ മറ്റേ ആനന്ദ് മന്മഥൻ, അതിൽ അഭിനയിച്ച ദീപക്, ആരാണ് മോശം, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപറ്റ പുതിയ ആൾക്കാരുണ്ടായിരുന്നു ഇതിൽ ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്നത്, അവരെയൊക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ സിനിമ ചെയ്തത്. കൊല്ലത്താണ് ഷൂട്ടിംഗ് നടന്നത്. കൊല്ലം എനിക്ക് ഒരുപാട് വർഷമായി. എൻ്റെ കഥയാണ് ഇത്, ഞങ്ങൾ അനുഭവിച്ച ഒരു കാലത്തുണ്ടായ എൻ്റെ കഥയാണ് ഈ സിനിമ. അപ്പോൾ എനിക്ക് കൊല്ലം അറിയാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ എൻ്റെ ഇമോഷനും വികാരവുമാണ് ഞാൻ ഇതിൽ ചെയ്തത്. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ പറയുന്ന സന്തോഷം. അപ്പോൾ എല്ലാവരും കാണുക, ഒരാൾ 100 പേരെ വെച്ച് കാണിക്കുക, അതാണ് എൻ്റെ അഭിപ്രായം. അല്ല, ആ ലൊക്കേഷൻ എനിക്കറിയാം. 8 കൊല്ലമായിട്ട് കൊല്ലത്തുണ്ടായിരുന്ന ഒരാളാണ്. മണ്ഡപത്തൊട്ട് എനിക്ക് 20 വർഷമായിട്ട് അറിയാം. ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് വർഷം കുറേ ആയി. ഈ സിനിമയുടെ പുറകെ 5-8 വർഷമായിട്ട് നടന്ന് നമ്മുടെ അനുഭവങ്ങൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ കൊല്ലത്തുള്ള ഞങ്ങളുടെ ഒരു മോന്തായ എന്നൊരു ഗ്രൂപ്പുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ ജീവിതമാണ് നമ്മൾ ഈ സിനിമയിൽ നിങ്ങൾ കണ്ടില്ലേ. മറുത ഞാനാ, മറ്റേ ശർമ്മ, രാജേഷ് ശർമ്മ, നമ്മുടെ സിനിമയിലെ രാജേഷ് ശർമ്മ, അങ്ങനെ കൊല്ലത്തുള്ള ഒരു പറ്റ സുഹൃത്തുക്കളുടെ കഥയാണിത്. അന്ന് പൊന്നുമായിട്ട് വന്ന ആളെവിടെ പോയി നമുക്കറിയില്ല. ഇപ്പോൾ പുള്ളി വരികയാണെങ്കിൽ നമ്മൾ അവരെ ആ പുള്ളിയെ 4 കൈ സ്വീകരിക്കുന്നതായിരിക്കും. അതായത് ഈ പി അജേഷിൻ്റെ ക്യാരക്ടർ കൊല്ലത്തുള്ള ഒരാളാണ്. അദ്ദേഹം വരികയാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും. ഇപ്പോഴോ എപ്പോൾ വന്നാലും സ്വീകരിക്കും. അങ്ങനെ ആളെ പിന്നെ ഞാൻ കണ്ടില്ല. ഞങ്ങളുടെ അനുഭവമാണിത്. പിന്നെ ഇത് ഞങ്ങൾക്ക് അറിയാവുന്നതാണ് ഈ ജീവിതം മൊത്തം. അവസാനം സിനിമയിലേക്ക് വന്നപ്പോൾ ചില ചേഞ്ചുകൾ ഉണ്ടെന്ന്, കഥയിലേക്ക് വന്നു. ആ സിനിമയിൽ മാറ്റങ്ങൾ ഒഴിച്ചാൽ ഇത് ഞങ്ങളുടെ ജീവിതമാണ്. അതാണ് നമ്മൾ. അപ്പോൾ ഇതിൽ കൂടുതൽ ഇത്രയും നമുക്ക് ഇമോഷൻ ഇല്ലാത്ത മനുഷ്യരുണ്ടോ? നമ്മൾ അപ്പുറം ഇപ്പുറം കാണുന്നവരൊക്കെ തന്നെ. നിങ്ങളൊക്കെ അപ്പുറം ഇപ്പുറം കാണുന്ന മനുഷ്യരാണ് ഞാനകത്ത് ചേർത്ത് വെച്ചിട്ട് സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും കാണുക, ഒരാൾ 100 പേരെ അറിയിക്കുക.